നമുക്കിന്ന് ചെന്നായ വൈദ്യന്റെ കഥ കേട്ടാലോ? വിശന്നു വലഞ്ഞ ചെന്നായ ഇര തേടി അലയുകയായിരുന്നു. കുറെ നടന്നിട്ടും ഒന്നും കിട്ടാതെ നിരാശനായിരിക്കുമ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. ഒരു കുതിരക്കൂട്ടം പുല്ലു തിന്നുകൊണ്ടിരിക്കുന്ന കുതിരകളെ കണ്ടപ്പോൾ അവന്റെ വായിൽ വെള്ളമൂറി. കൂട്ടത്തിലെ ചെറുകുതിരകളിൽ ഒന്നിനെ കിട്ടിയാൽ ഇന്നത്തെ കാര്യം കുശാലായി. പക്ഷേ എളുപ്പമൊന്നുമല്ല കുതിരയെ പിടിക്കാൻ. അവരുടെ ഒപ്പം ഓടിയെത്താനൊന്നും ചെന്നായയ്ക്കാകില്ല. അവനൊരു സൂത്രം തോന്നി. അവൻ നേരെ കുതിരക്കൂട്ടത്തിനടുത്തേക്ക് ചെന്നു. തങ്ങളുടെ നേരെ നടന്നെടുക്കുന്ന ചെന്നായയെ കണ്ട് കുതിരകൾ അത്ഭുതത്തോടെ നോക്കി. ചെന്നായ അവരോട് പറഞ്ഞു, "ഞാൻ ഒരു വൈദ്യനാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആ കാണുന്ന കുതിരക്കുട്ടിക്ക് കാലിൽ മുടന്തുണ്ട്. ഞാൻ അവന്റെ മുടന്ത് ശരിയാക്കിത്തരാം." കാൽ കാണിക്കാൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ ചാടി വീണ് കുതിരക്കുട്ടിയെ ആക്രമിക്കാനായിരുന്നു ചെന്നായയുടെ തന്ത്രം. "ഓഹോ, താങ്കളൊരു വൈദ്യനാണല്ലേ? ഞാനൊരു വൈദ്യനെ കാണാനിരിക്കുകയായിരുന്നു. എന്റെ പിൻകാലിലൊരു മുറിവുണ്ട്," കൂട്ടത്തിലെ ഒരു കുതിര പറഞ്ഞു. "അതിനെന്താ, ഞാൻ ശരിയാക്കിത്തരാം. കൂട്ടത്തിൽ നിന്നും ഇങ്ങോട്ട് മാറി നിന്നോളൂ." വലിയ കുതിരയാണെങ്കിലും തനിക്ക് അടിച്ചു വീഴ്ത്താമല്ലോ എന്ന് കരുതി ചെന്നായ പറഞ്ഞു. കുതിര മാറി നിന്ന് തന്റെ ഇടത്തെ പിൻകാൽ ഉയർത്തി. ചെന്നായ അതിലെ മുറിവ് നോക്കുന്നതായി അഭിനയിച്ചുകൊണ്ട് കുതിരയുടെ പിന്നിലെത്തി. കുതിര പെട്ടെന്ന് ഒന്ന് ഉയർന്നു ചാടി തന്റെ കാലുകൊണ്ട് കൊടുത്ത് ഊക്കനൊരു തൊഴി. 3-4 മലക്കം മറിഞ്ഞ് ഏതാനും വാര അകാലത്തേക്ക് തെറിച്ചു വീണ ചെന്നായയ്ക്ക് ഒന്ന് എണീറ്റ് നിൽക്കാൻ തന്നെ കുറേ സമയമെടുത്തു. പിന്നീടൊരിക്കലും കുതിരയെ തിന്നണമെന്ന സ്വപ്നത്തിൽ പോലും അവൻ ചിന്തിച്ചിട്ടില്ല. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.